നല്ല തേങ്ങ അരച്ച മീൻകറി കൂട്ടി ചോറുണ്ണാൻ ആർക്കാ ഇഷ്ടമല്ലാത്ത. അങ്ങനെ ചോറൊക്കെ ഉണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ പൊറോട്ടയുമായിട്ട് വന്നത്. സ്നേഹത്തോടെ എന്തു തന്നാലും നമ്മൾ നിരസിക്കരുതല്ലോ. എന്നാൽ പിന്നെ പൊറോട്ട കൂട്ടി ഒന്നുകൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോ നിങ്ങളെ കൂടി കാണിക്കണ്ടേ. അങ്ങനെയാണ് ഈ വീഡിയോയുടെ ജനനം. അപ്പോൾ നമുക്ക് മീൻകറിയുടെ റെസിപ്പി കൂടി കാണാം. എന്തോ എനിക്ക് ഈ മീനിനെ കാണുമ്പോൾ ഒരു ഇംഗ്ലീഷുകാരനായിട്ടാണ് തോന്നാറ്. അതെന്താണെന്നോ, ഇവൻ്റെ പേര് തന്നെ റൂഹ്. നമ്മുടെ നാട്ടിലെങ്ങും ഇങ്ങനൊരു പേര് ആർക്കും കേൾക്കാഞ്ഞിട്ടാവും. അച്ചോ, ഇത് പറഞ്ഞുകൊണ്ടിരുന്ന നേരം കൊണ്ട് അമ്മ അവൻ്റെ തൊലിയൊക്കെ ചെത്തി പീസാക്കി. ഇനി അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം കളഞ്ഞ് ഒന്നുകൂടെ ക്ലീൻ ചെയ്തെടുത്തു. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ സ്ഥാനം പിടിച്ചു. എന്നാൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് കൊടംപുളിയും വന്ന് മുൻനിരയിൽ തന്നെ ഇരുന്നു. അപ്പോഴേക്കും മീൻ കഷ്ണങ്ങളുമായി അമ്മയും എത്തി. ഇനി അരപ്പിനായുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്കിട്ട് അവർക്കൊരു പൊട്ട് ചുട്ട് കൊടുക്കും പോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൗഡർ ഇട്ട് കൊടുക്കും പോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് എല്ലാവരെയും കൂടി നന്നായിട്ട് നരച്ചെടുത്തപ്പോൾ കറിക്കുള്ള മേക്കപ്പ് റെഡിയായി. ഇനി ഒരു ചട്ടിയിലേക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മുൻനിരയിലിരുന്ന കുടംപുളിയെ ആദ്യം തന്നെ ചട്ടിയിലേക്കിട്ട് പുറകിലിരുന്നവരെയും യഥാക്രമം അരിഞ്ഞിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പുമിട്ട് കൊടുത്തു. ഇനി അവർക്കിരിക്കാനുള്ള സ്ഥലം ചട്ടിയിലുണ്ടെന്ന് ഉറപ്പ് വരുത്തി ചട്ടി അടച്ചു വെച്ച് 4 മിനിറ്റ് വേവിക്കണം. എന്നിട്ട് തുറന്ന് നമ്മൾ അരച്ചു വെച്ച അരപ്പും കൂടി ചേർത്താൽ മേക്കപ്പ് റെഡി. വീണ്ടും ഒരു 30 സെക്കൻഡും കൂടി അടച്ചു വെച്ച് അരപ്പിന് വേവാനുള്ള സാവകാശം കൊടുത്ത് കറി തിളച്ചു തുടങ്ങിയെന്ന് തോന്നുമ്പോൾ ഭംഗിക്കും രുചിക്കും മണത്തിനും വേണ്ടി കറിവേപ്പിലയും കൂടെ കീറിയിട്ട് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നല്ല തേങ്ങ അരച്ച് വെച്ച അസ്സല് മീൻ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ, ട്രൈ ചെയ്യുമല്ലേ?